ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിന് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഇറക്കിയ സർക്കുലർ റദ്ദാക്കണം എന്ന ഹർജിയിൽ ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഇടക്കാല വിധിയുണ്ടാകും. പുതിയ രീതിയിലുള്ള ടെസ്റ്റ് ഇന്നും ബഹിഷ്കരിക്കാനാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം. കൊച്ചിയിൽ നിന്ന് കോടതി വിധിയെക്കുറിച്ച് പറയാൻ ശ്രീകാന്തും അതേപോലെ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രതിഷേധത്തെക്കുറിച്ച് പറയാൻ സമീർ സി മുഹമ്മദും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ശ്രീകാന്തിലേക്ക്. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. ശ്രീകാന്ത്, ഇന്നത്തെ ഇടക്കാല വിധി നിർണായകമായിരിക്കും. കോടതി പറഞ്ഞാൽ പിന്മാറും എന്നും കെ ബി ഗണേഷ് കുമാർ ഇന്നലെ മോർണിംഗ് ഷോയിൽ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അനിശ്ചിതത്വം അത് ഒന്നോ രണ്ടോ പേരെയല്ല ബാധിച്ചിരിക്കുന്നത്, അത് ഒട്ടനവധി പേരെ ബാധിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇനിയൊരു തീർപ്പ് കൽപ്പിക്കേണ്ടത് കോടതിയാണ്. ഇന്നാണ് ആ ദിവസം. കോടതിയിലേക്ക് ഈ ഹർജി എത്തുകയാണ്. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ചുകൊണ്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയ സർക്കുലറിനെതിരെ സമർപ്പിച്ചിട്ടുള്ള ഹർജിയിൽ ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ച് ഇന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കും. രാവിലെ തന്നെ ഈ കേസ് എടുക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഈ പരിശീലകരുമാണ് ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലറിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലർ കേന്ദ്ര നിയമത്തിന് വിരുദ്ധമാണ്. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിൽ മാറ്റം വരുത്താൻ സംസ്ഥാനത്തിന് അധികാരമില്ല എന്നിങ്ങനെയാണ് ഹർജിക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുകയാണ് ചെയ്തത് എന്ന് സർക്കാരും വാദിക്കുന്നു, ഗതാഗത വകുപ്പും വാദിക്കുന്നു. എന്തായാലും അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത് ആരാണ് ശരി ആരാണ് തെറ്റ് എന്നുള്ളത്. നിലവിലെ ഒരു സാഹചര്യം പരിഗണിക്കുമ്പോൾ ഈ പ്രശ്നം ഒന്ന് ഒഴിവായി കിട്ടാനുള്ള ഒരു ഇടക്കാല ഇടപെടൽ കോടതിയിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. 11 മണിയോടുകൂടി അത് ഉണ്ടാകും എന്നാണ് കരുതുന്നത്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. ഇനി സമീർ സി മുഹമ്മദിലേക്ക്. സമീർ, പ്രതിഷേധം ഇന്നും കനക്കും. പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണോ ഇവർ പ്രതിഷേധക്കാർ പറയുന്നത്? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങൾക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയരുകയാണ്. ഇന്നലെ വിവിധയിടങ്ങളിൽ പ്രതിഷേധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത്തരം ടെസ്റ്റുകളെല്ലാം തന്നെ ഒഴിവാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെല്ലാം തന്നെ ടെസ്റ്റ് ബഹിഷ്കരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് അവരുടെ നിലപാട് നമ്മൾ തേടുമ്പോൾ അതേ നിലപാട് തന്നെയാണ്, ഇന്നും ബഹിഷ്കരിക്കും എന്നുള്ള കാര്യം തന്നെയാണ് അവർ അറിയിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ചേവായൂരിലാണ്. ചേവായൂരിലെ ഏറ്റവും വലിയ സംവിധാനങ്ങളോട് കൂടെയുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന സ്ഥലം കൂടിയാണ് ഈ ഗ്രൗണ്ട്. ഇവിടെ സാധാരണ 7 മണിയോടുകൂടി തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും അതുപോലെ അതിൻ്റെ യുവ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർ എത്താറുണ്ട്. പക്ഷേ ഇന്ന് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ലേണേഴ്സ് ടെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യുവ ഡ്രൈവർമാർ മാത്രമാണ്. മറ്റ് വാഹനങ്ങളോ അതുപോലെ തന്നെ ഡ്രൈവർമാരോ ആരും തന്നെ എത്തിയിട്ടില്ല. ഇന്നും ബഹിഷ്കരണം തുടരും എന്ന ആ നിലപാട് തന്നെ അവർ ആവർത്തിക്കുകയാണ്. പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. എന്നാൽ ഇത്തരം പ്രതിഷേധങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലും ഒരു വിധത്തിലും ഒരു വിട്ടുവീഴ്ചയും വേണ്ട. ആളുകളുടെ ജീവന് വലിയ മൂല്യം കൽപ്പിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് തന്നെ അപകടങ്ങൾ കുറയ്ക്കേണ്ടതുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ പരിഷ്കരണവുമായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്ന നിലപാട് തന്നെ മന്ത്രി ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നും ബഹിഷ്കരണം ഉണ്ടാകും, പ്രതിഷേധം ഉണ്ടാകും എന്ന കാര്യം ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെല്ലാം തന്നെ വ്യക്തമാക്കുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് സാധാരണ 7 മണിയോടുകൂടെ ഇവിടെ അതിൻ്റെ നടപടികൾ ആരംഭിക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ 7:35 മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സഹകരണവുമായി ഒരു തരത്തിലും അവരടുക്കുന്നില്ല. ആരും തന്നെ ഈ നടപടിയുമായി ബന്ധപ്പെട്ട് വരാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും ബഹിഷ്കരണം തുടരും എന്നുള്ള നിലപാട് ആവർത്തിക്കുകയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും അതുപോലെ തന്നെ ഡ്രൈവർമാരും. എസ് കെ എൻ. ഓക്കെ, സമീർ സി മുഹമ്മദായിരുന്നു കോഴിക്കോട് നിന്ന്. ഇന്നും സമരം കരുത്താർച്ച് തന്നെ മുന്നോട്ട് പോകും. എന്തായാലും ഇടക്കാല വിധി കോടതിയിൽ നിന്ന് വരുമ്പോൾ വിധി അനുകൂലമല്ലെങ്കിൽ പിന്നോട്ട് പോകും എന്ന് തന്നെയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇന്നലെ മോർണിംഗ് ഷോയിൽ പങ്കെടുത്തുകൊണ്ട് എന്നോട് പറഞ്ഞത്. ദേവിക ചന്ദ്രൻ പറയുന്നു, നമ്മൾ ഈ രക്തസാക്ഷികളെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഓർമ്മിച്ചു പോകും. കാര്യം സോളാർ എന്ന ഒരു വിവാദ പരിപാടിയിലൂടെ അദ്ദേഹത്തിൻ്റെ ഖ്യാതി നമ്മൾ മറച്ചു കളഞ്ഞു. ഇത് പറയുമ്പോഴാണ് ഞാൻ ഓർമ്മിച്ചത്, ഈ ലക്കം മലയാളം വാരികയിൽ ജോൺ മുണ്ടക്കയം എഴുതിയ ഒരു കവർ സ്റ്റോറിയുണ്ട് മലയാളത്തിൽ. സോളാർ സത്യത്തെ മറച്ച സൂര്യഗ്രഹണം എന്നാണ് അതിന് തലക്കെട്ടിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് കാലം തിരുവനന്തപുരത്തെ മലയാള മനോരമ പത്രത്തിൻ്റെ ബ്യൂറോ ചീഫ് എന്ന നിലയിൽ രാഷ്ട്രീയ രംഗത്തെ വളരെ അടുത്ത് നിന്ന് കാണുകയും ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തെയൊക്കെ വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുകയൊക്കെ ചെയ്ത ഈ ജോൺ മുണ്ടക്കയമാണ് ഈ കവർ സ്റ്റോറി എഴുതിയിരിക്കുന്നത്. കാരണം ഉമ്മൻചാണ്ടിയോട് നമ്മൾ കുറേ നന്ദികേട് കാണിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തോട് നമുക്ക് നീതി പുലർത്താൻ കഴിഞ്ഞു എന്നുള്ളത് വർത്തമാനകാല രാഷ്ട്രീയം പരിശോധിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം.